ഞാൻ എന്റെ ആവശ്യത്തിന് വന്നതല്ലേ, പിന്നെ ബാക്കിയുടെ മുമ്പോ ഞാൻ ചമ്മേണ്ട ആവശ്യം എന്തേല്? ആരുടെ മുമ്പേയും കൈനീട്ടാൻ വന്നതല്ല. എനിക്ക് എന്തെങ്കിലും താന്നും പറഞ്ഞല്ലേ. എനിക്കൊരു ജോലി കിട്ടിയാൽ അത് ചെയ്യണം, അത് മാന്യമായ രീതിയിൽ ചെയ്യണം. ആ രീതിയിലാണ് ഞാൻ വന്നത്. അല്ല ചമ്മേണ്ട ആവശ്യമാണെങ്കിൽ എനിക്ക് ഗേറ്റിൽ പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണാമല്ല ഇന്ന ആൾക്കാരാണുള്ളതെന്നുള്ളത്. അന്ന് തന്നെ ഞാൻ ഇന്ന് വരെ കണ്ട കൂട്ടത്തിൽ 40-ഉം 50-ഉം വയസ്സിന് പുറത്തുള്ളതാണ് മിക്കതും സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന 30 വയസ്സിന് താഴെയുള്ള നല്ല യങ്ങസ്റ്റ് പയ്യന്മാരായിരുന്നു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊക്കെ സുപരിചിതമായ ഏകദേശം ഒരു മാസം മുമ്പ് ലുലു മാളിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരു വയോധികനായ ഒരു 70-കാരൻ നോക്കണം, ആ ചൂടും വെയിലും മറന്ന് ഏകദേശം നല്ല മഴയാണ് പെയ്യുന്നത്. ആ മഴയത്ത് പോലും വളരെ വളരെ മോട്ടിവേഷൻ, ലോകത്തിന് മുമ്പിൽ മോട്ടിവേഷനായി നോക്കണം. ചടഞ്ഞുകൂടിയിരിക്കുന്ന ഇനി ഞങ്ങൾക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന യുവാക്കൾ നോക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന അടുത്തൂൺ പറ്റിയ അഥവാ പെൻഷനായിട്ടുള്ള ആളുകൾ ഇനി ഞങ്ങളെ കൊണ്ട് എന്തിന് എന്ന് അവർക്ക് സ്വയം തോന്നുകയും അവരുടെ കുടുംബക്കാർക്കാണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറം തോന്നുകയും ചെയ്തുകൊണ്ട് അവരിങ്ങനെ ആർക്കും കൊള്ളാത്ത രീതിയിൽ, ആർക്കും വേണ്ടാത്ത ഒരവസ്ഥ. അവരെ ഇനി എന്തിന്? കാരണം എല്ലാ മേഖലയിൽ നിന്നും അകറ്റി നിർത്തി നോക്കണം. രാഷ്ട്രീയത്തിന് മാത്രമേ ചെറുതെങ്കിലും അവർക്ക് സ്കോപ്പുള്ളൂ. തീർച്ചയായിട്ടും 2-3 പ്രൊഫഷണൽ ഒഴികെ തീർച്ചയായിട്ടും വയോധികരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു 55 വയസ്സ് കഴിഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അവൻ വേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ആ ഡോക്ടർ നിരന്തരം അദ്ദേഹം കർമ്മ ഓത്സുകനാണ്. എന്തുകൊണ്ടെന്നാൽ അയാൾക്ക് 90 വയസ്സുകാരനായ ഒരു ഡോക്ടർക്കും ഒരു സർവീസ് അയാൾക്ക് പ്രശ്നമാകുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു അഭിഭാഷകനും. ഈ 2 പ്രൊഫഷണൽ ഒഴികെ ഏകദേശം 55-56 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി വീട്ടിനും നാട്ടിനും വേണ്ടാത്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പുച്ഛത്തോടെയാണ് ഈ വയോധികരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കിളവ ഇപ്പോൾ എനിക്ക് തന്നെ നിരാശപ്പെടാറുണ്ട്. ഏകദേശം ഒരു 60 വയസ്സ് ആയിട്ടുള്ള എന്നെപ്പോലും കമൻറ്റോളികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കിളവ എന്നാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. സ്വന്തം തന്തമാരെ ഇത്തരത്തിൽ കിളവ എന്ന് വേറെ ആളുകൾ വിളിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകനായ റസൂലുള്ള ചോദിക്കുന്നുണ്ട്. ഒരു പുരുഷൻ അഥവാ ഒരു കാട്ടറബി പ്രവാചക വസതിയിലെത്തി. അയാൾ നിന്ന് വിറങ്ങലിച്ചുകൊണ്ട് വിജൃംഭിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് ലക്ഷ്യം? പ്രവാചകൻ അയാളോട് ചോദിച്ചു, എന്താണ് സഹോദര നിന്റെ ആവശ്യം? എനിക്ക് ഇപ്പോൾ വ്യഭിചരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരുമേനി അയാളോട് പറഞ്ഞു, ഇരിക്കൂ, അവസരമുണ്ടാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ തനിക്ക് വൈകാരികമായിട്ട് ഭയങ്കര വൈകാരികത നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ അവസരമുണ്ടാക്കാം എന്ന് ഒരു ഭരണാധികാരിയായ പ്രവാചകൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കും. വളരെ സന്തോഷം അല്ലേ? അയാൾ അവിടെ ഇരുന്നു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, എന്ത് നിന്റെ വീട്ടിൽ ഉമ്മയുണ്ടോ, സഹോദരിയുണ്ടോ, ഭാര്യയുണ്ടോ, മകളുണ്ടോ? ഉണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള 4 വിഭാഗത്തിലും പെടാത്ത ഒരു പെണ്ണിനെ നിനക്ക് വ്യഭിചരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനത്തെ ഒരു പെണ്ണുണ്ടാകുമോ? അപ്പോൾ പ്രവാചകൻ അയാളോട് പറഞ്ഞു, അതേ ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെയാണ് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലായി? അയാൾ പറഞ്ഞു, ഞാൻ വരുമ്പോൾ ഒരു മൃഗമായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനാക്കി എന്നതുപോലെ തന്നെ ഈ 70-കാരൻ, ആ 70-കാരൻ്റെ മോട്ടിവേഷൻ അതാണ്. ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനല്ല 70-ലും 80-ലും 90-ലും. അത് ഡോക്ടർ അല്ലെങ്കിലും അഭിഭാഷകൻ അല്ലെങ്കിലും എന്ന് തെളിയിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആ ലുലു മാളിൽ 5000-ഓളം ആളുകൾ ജോലിക്ക് വേണ്ടി ക്യൂ നിന്ന് വന്നപ്പോൾ ആ 70-കാരൻ, ഞങ്ങൾ ഒരൊറ്റ ആളെ അവിടെ ഈ 70-കാരനായിട്ട് അല്ലെങ്കിൽ 60-നു ശേഷം പ്രായത്തിലുള്ള ആളുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, എന്താണ് ഈ നമ്മുടെ നാട്ടിലെ അവസ്ഥ? കേവലം നമുക്ക് ഏകദേശം ഒരു പഠിച്ചിറങ്ങി ഒരു 5-10-15 ലക്ഷം
ഉറുപ്പിക ചെലവാക്കിയിട്ട് പോലും പഠിച്ചിറങ്ങുന്ന യുവജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ ഈ ഭരണകൂടത്തിലില്ല. ആലോചിച്ച് നോക്കണം. ഇത് വെറുതെ ഞാനങ്ങോട്ട് പറയല്ല. ഇനി എന്താ പറയുക, ഏകദേശം ഒരു 5-10 വർഷം കൂടെ കഴിഞ്ഞാൽ ഈ കേരളത്തിൽ വൃദ്ധന്മാരുടെ നാടായി മാറും. കാരണം ചെറുപ്പക്കാർ ഇവിടെ നിൽക്കില്ല. എന്തുകൊണ്ട്? അവർക്ക് ഇവിടെ ഇരുതലയും മുട്ടിച്ച് ജീവിക്കാൻ കുടുംബത്തോടെ എന്തെല്ലാം പദ്ധതികളുണ്ട്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പഴയ ചെറുപ്പക്കാരല്ല ഇന്നത്തെ ചെറുപ്പക്കാർ. അവർക്ക് ജീവിതോപാധിക്ക് ധാരാളം പണം വേണം. ചുരുക്കി പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ഇന്നത്തെ ഡിജിറ്റൽ രീതിയിലുള്ള മൊബൈൽ സംവിധാനങ്ങൾ, അവരുടെ മറ്റു സംവിധാനങ്ങളൊക്കെ സാഹചര്യം, ഒരു ഡോക്ടറുടെ അടുക്കൽ പോകണമെങ്കിൽ ചിലവ് എത്ര വരും? ധാരാളം ചിലവ് വേണം. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അവർ ഈ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. ഇവിടെ അവർക്ക് ജോലി കിട്ടാൻ ഒരു വഴിയുമില്ല. കിട്ടിയാൽ തന്നെ ഒരു 10,000-15,000 രൂപ മാത്രമാണ് കിട്ടുന്നത്. ഇവിടെ ചെലവഴിക്കുന്ന മണിക്കൂറുകളിൽ പകുതി മാത്രം ചെലവഴിച്ചാൽ വിദേശ രാജ്യങ്ങൾ അവരെ കാത്തിരിക്കുകയാണ് യുവാക്കളെ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പറിച്ചു നടുകയാണ്. മാത്രമല്ല, എന്തേ നമ്മുടെ നാട് ഇങ്ങനെയായത്? അതിന് പ്രധാനമായിട്ടും നമ്മുടെ എന്താ പറയുക അതിപ്രസരം അഥവാ രാഷ്ട്രീയത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അതിപ്രസരമാണ് നമ്മുടെ നാട് ഈ കോലത്തിൽ കുളം തോണ്ടിയത്. സ്വന്തം നാട്ടിൽ പണി കൊടുക്കാൻ കഴിയാത്ത ഭരണകൂടങ്ങൾ അപ്രാപ്തരാണ്. അനാവശ്യമായിട്ട് അവർ MLA ഫണ്ട്, അതോടൊപ്പം തന്നെ MLA പെൻഷൻ, MP പെൻഷൻ, ഡബിൾ പെൻഷനും ട്രിപ്പിൾ പെൻഷനും, ഇങ്ങനെ പെൻഷൻ്റെ കുന്നുകൂട്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒട്ടനേകം ഉദ്യോഗാർത്ഥികൾ, റിട്ടയർമെൻറ്റ് ചെയ്തവരെ എനിക്കറിയാം. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പോഴും ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ സ്കൂളിലത്തെ മാനേജർ, അയാൾ ആരാ? യഥാർത്ഥത്തിൽ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ, പക്ഷേ നിയമനം നടത്തുന്നത് മാനേജർ. അതുകൊണ്ട് ഇവിടുത്തെ യുവജനങ്ങൾ തെണ്ടുന്നു. ആലോചിച്ച് നോക്കൂ. എന്നാൽ അവരുടെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതോ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും എത്തുന്ന അധ്യാപകന്മാർ അവരുടെ കുട്ടികളെ ഈ പറയുന്ന എയ്ഡഡിലും സർക്കാർ സ്കൂളുകളിലും പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ലക്ഷ്യം? അവർക്ക് വിദേശത്ത് പോകണം. ഇനി അതല്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ടാണത്. കാരണം ഇത്രയും വലിയ പെൻഷൻ കിട്ടി താങ്ങിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രുചി അറിഞ്ഞ കുടുംബം ഈ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക മേഖലകളിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് കയറുന്നു. കാരണം പണം കൊടുത്ത് ജോലി വാങ്ങുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഓരോരുത്തർക്കുമുള്ളത്. അതല്ലാത്ത രീതിയിൽ ഒന്നും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ വൃദ്ധന്മാരുടെ നാടായി തീരാൻ പോകുന്നത് എന്ന ആശങ്ക വിദഗ്ധന്മാർ പങ്കുവെക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ലുലു മാളിൽ എത്തിയ ഈ 70കാരൻ്റെ ആ മിടുക്കും ആ ഓജസ്സും ആ തേജസ്സും സമൂഹത്തിന് സന്ദേശമാകുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ആ കുറച്ച് വാക്കുകൾ മാത്രം ഞാൻ എൻ്റെ വീഡിയോയുടെ ആദ്യത്തിൽ തന്നെ നിങ്ങളെ കാണിച്ചത്. അദ്ദേഹം പറയുന്നത് അത്ഭുതകരമായിട്ട് നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുള്ളൂ, അല്ലേ? അത്രമാത്രം മോട്ടിവേഷൻ സന്ദേശം, യുവജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും താക്കീതുകളുമൊക്കെ ആ കുറഞ്ഞ നേരത്തെ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിൽ നമ്മൾ കേട്ടു. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിലെ മിടുക്ക് ഒരിക്കലും വിദേശത്തും നാട്ടിലും സ്വദേശത്തും ഒക്കെ പല പണിയും എടുത്ത ഇനി വീട്ടിൽ അടങ്ങിയിരിക്കൂ എന്ന ആ ഒരു ലക്ഷ്യം. അതാണ് ഉറുമ്പിനെ പോലെ പണിയെടുക്കാൻ. ഇതാണ് ഉറുമ്പിനെ പോലെ. ഉറുമ്പ് അങ്ങനെയാണ്, എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കും. ആ ഉറുമ്പിനെ പോലെ പണിയെടുക്കാൻ പരിഹാസങ്ങളെ മറന്ന് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് നോക്കണം. അതും ജനങ്ങൾ കുടുംബപരമായ പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊക്കെ അദ്ദേഹം തടയിട്ടുകൊണ്ട് ആ കുടുംബങ്ങളെയും കൊണ്ടുവന്നുകൊണ്ട് വീഡിയോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിലെ മിടുക്ക്, അദ്ദേഹത്തിൻ്റെ പ്രാപ്തി, കാര്യബോധം, ഓർമ്മശക്തികൾ നോക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ലുലു മാളിൻ്റെ മാനേജ്മെൻറ്റ് അദ്ദേഹത്തിന് അവിടെ HR മാനേജറായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ജോലി കൊടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി അതിനുപരിയായിട്ട് കൂടുതൽ വ്യക്തമായ വല്ല വിവരങ്ങളും നിങ്ങൾക്ക് ഈ 70കാരനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ
നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉത്തേജകം അഥവാ പഠനാർഹമായ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്തരത്തിൽ ലോകത്ത് എവിടെ നോക്കിയാലും ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു 70-കാരൻ വന്ന് ഇൻ്റർവ്യൂക്ക് കാത്തു നിൽക്കുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറയുന്ന വാക്കുകളും നമുക്ക് ഭാവിയിലേക്കുള്ള വലിയ സന്ദേശമുണ്ടതിൽ. രാജ്യത്തിന് ഭരണകൂടത്തിന് ധാരാളം പാഠങ്ങളുണ്ട്. യുവജനങ്ങൾക്ക് സന്ദേശവും ഭരണകൂടങ്ങൾക്ക് പാഠവും നോക്കണം. കുടുംബങ്ങൾക്ക് അതൊരു അടിസ്ഥാന നിർദ്ദേശവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.